ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ പച്ച മാങ്ങ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും നല്ല പുളിയുള്ള ഒരു ഐറ്റമാണ്. അത് നമുക്ക് ഒരു ബോക്സിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലം അത് കേടുവരാതെ സൂക്ഷിക്കാം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നന്നായി പച്ചമാങ്ങ കിട്ടുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ കറിയിലോ അല്ലെങ്കിൽ അച്ചാറോ ഉണ്ടാക്കാനാണ് പച്ചമാങ്ങ സാധാരണ നമ്മൾ ഉപയോഗിക്കൽ. ബാക്കിയുള്ളതെല്ലാം വേസ്റ്റ് ആവുക ചെയ്യുക. അപ്പോൾ നമുക്ക് വേസ്റ്റ് ആവാതിരി തരത്തിൽ നമുക്ക് ഒരു കാര്യം ഉണ്ടാക്കി വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അടിപൊളി കേട്ടോ. ഞാനത് വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് 2 പച്ച മാങ്ങയാണ് ഇവിടെ എടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പീലറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ടൊന്ന് തൊലി കളയാൻ പോവാണ്. ഞാനിവിടെ കത്തിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഉള്ളിൽ നല്ല മഞ്ഞ കളറുള്ള മാങ്ങയാണ്, പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല, മധുർത്തിട്ടൊന്നുമില്ല കേട്ടോ. നല്ല പച്ച മാങ്ങ തന്നെയാണിത്. ചില മാങ്ങയ്ക്ക് ഉള്ളിലൊരു മഞ്ഞ കളറുണ്ടാവും. അതുപോലത്തെ മാങ്ങയാണ് എനിക്കിവിടെ കിട്ടിയത്. ഇനി അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് വേവിച്ചെടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാം ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കട്ട് ചെയ്ത മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം വെക്കാം കേട്ടോ. അപ്പം മാങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് നന്നായിട്ട് വെള്ളം വേണ്ടി വരും. കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബബിൾസ് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇനി കുറച്ച് മധുരം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മധുരം ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നന്നായിട്ട് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഒരു കപ്പ് മധുരം ഞാൻ ചെറിയൊരു കപ്പിന് ഒരു കപ്പ്, അതായത് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിള വന്നിട്ട് നമുക്ക് നോക്കാം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇനി ഇട്ട് കൊടുക്കണ്ട, പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മധുരം ഉണ്ട് കേട്ടോ. മധുരം ഇട്ടിട്ടുണ്ട്, മക്കൾക്ക് കഴിക്കാനായതുകൊണ്ട് നന്നായിട്ട് ഞാൻ മധുരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പച്ച മാങ്ങയുടെ പുളിയും നല്ല മധുരവും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അത് ഞാൻ സ്കിപ്പായി പോയതാണ് വീഡിയോ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നല്ല മാങ്ങ തിളച്ച് വേവുന്ന വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. എന്നിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ. പച്ചമാങ്ങ വെച്ച് നല്ല രസമാണ് കേട്ടോ. ജ്യൂസ് അടിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പച്ചമാങ്ങ കയ്യിലുള്ളപ്പം മാക്സിമം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങുന്നുണ്ട്. വെന്ത് തുടങ്ങുകയല്ല, നന്നായി വേവുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം കണ്ടോ. അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ പഞ്ചസാര ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് അടിഞ്ഞ് കിട്ടും, കാരണം വെന്ത മാങ്ങ ആയതുകൊണ്ട് നന്നായിട്ട് നമുക്ക് അടിച്ച് കിട്ടും. അപ്പോൾ അതിലുള്ള വെള്ളം തന്നെ കുറച്ച് പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ആ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതന്നെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് 2 ട്രിപ്പായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അതുപോലെ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി അത് രണ്ടാമത്തെ ട്രിപ്പും കൂടി ഞാൻ ഇതുപോലെ അടിച്ചെടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ കുറേ മുന്നേ കഴിഞ്ഞ കൊല്ലം ഒരു പഴുത്ത മാങ്ങ എൻ്റെ റെസിപ്പി ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. പച്ചമാങ്ങ നല്ല ടേസ്റ്റാണ്. ഇനി 2 ട്രിപ്പായിട്ട് അടുത്ത ട്രിപ്പും കൂടി ഇതിലേക്ക് അടിച്ചിട്ട് ഇതിലേക്ക് പാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ട്രിപ്പും കൂടി ഇതിലേക്ക് പാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തേൽ കുറച്ച് വെള്ളം കൂടുതലായതുകൊണ്ട് കുറച്ച് കളർ ചേഞ്ച് പോലെ തോന്നുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പച്ച മാങ്ങേൻ്റെ ഇത് കാണാൻ ഒത്തിരി ഭംഗിയും കൂടി വരണം എന്നുണ്ടെങ്കിൽ പച്ച കളറുണ്ടെങ്കിൽ കുറച്ച് ഗ്രീൻ കളറും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പച്ച കളറുണ്ടാവും. ഞാനിവിടെ കളറൊന്നും എടുക്കുന്നില്ല. പിന്നെ എൻ്റെ മാങ്ങ ഒരു മഞ്ഞ കളറായതുകൊണ്ട് നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ ഇതിന് വന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇതില്ലേ ക്രഷ്ഡ് ചില്ലി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു എരിവും ഉണ്ടാവും ഇതിന്.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിലൊക്കെ ചേർക്കാം. അപ്പോൾ കറിവേപ്പിലൊക്കെ കുഞ്ഞി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ജീരകം അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ജീരകം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ വെറും ഈ മുളക് നന്നായിട്ട് ക്രഷ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ നല്ലൊരു മധുരത്തിൻ്റെ കൂടെ കുറച്ച് എരിവും കൂടി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണിത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നമുക്ക് ഏത് പ്ലേറ്റിലാണോ ഇനി ഇത് ഉണക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. അല്ല നമുക്ക് നല്ല രീതിയിലാണെങ്കിൽ നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ മതി. അപ്പം ഞാനിവിടെ കുറച്ച് അധികം തന്നെ സ്റ്റീൽ പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് നമ്മളെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. അല്ല നേർമയായിട്ട് തന്നെ നൈസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പരത്തിയെടുക്കുക. ഞാൻ ഇതൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റിലിങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മളൊന്ന് ഈ കയ്യിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാ പ്ലേറ്റിലും ഇതുപോലെ ഞാൻ പരത്തി വയ്ക്കാൻ പോവാണ്. അപ്പോൾ എനിക്കൊരു 4-5 പ്ലേറ്റിൽ പരത്തി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ പ്ലേറ്റിലും ഞാൻ എണ്ണ തേച്ചിട്ട് ഒരു 2 സ്പൂണോളം എടുക്കുക. നന്നായി പരത്തുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതന്നെ ഈ ജ്യൂസ് രൂപത്തിൽ തന്നെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം മാങ്ങ അടിച്ചപ്പോൾ തന്നെ ഇവിടെ തീർന്നിട്ടുണ്ട് ഒരുവിധം. അപ്പോൾ ഞാൻ ഒരു 5 പ്ലേറ്റിലാക്കിയിട്ട് ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ ഒരു 2 ദിവസം നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് റെഡിയാവും. അപ്പോൾ ഞാനൊന്ന് വെയിലത്തും കൂടി വെക്കണം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ആ യെല്ലോയിൽ ആ ഒരു റെഡ് ആ ചില്ലീൻ്റെ ഒരു ഇതും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇനി ഞാനൊരു ഷീറ്റിൻ്റെ മുകളിലൊന്ന് വെയിലത്ത് വെക്കാൻ പോകാം കേട്ടോ. അതിൻ്റെ മുകളിൽ ചെറിയൊരു നൈസ് തുണി ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല മധുരമായതുകൊണ്ട് മാങ്ങേൻ്റെ മധുരമായതുകൊണ്ട് ഈച്ചയും പ്രാണിയൊക്കെ വന്ന് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് 2 ദിവസം ഞാൻ ഉണക്കിയെടുത്തതാണ്. നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട് കണ്ടോ. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ദിവസം കൂടി വേണമെങ്കിൽ ഉണക്കാം. ഇവിടെ ഉണക്കാനുള്ള ടൈം തരുന്നില്ല മക്കൾ. അപ്പോഴേക്കും ഞാൻ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ദിവസം കൂടി ഉണക്കിയാൽ ഒന്നും കൂടി ഉണങ്ങി കിട്ടും. അപ്പോൾ പിന്നെ എനിക്ക് അധികം സ്റ്റോർ ചെയ്യാൻ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത്ര ഉണക്കിയിട്ടൊന്നുമില്ല. ഇനി ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്യുക. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിനൊക്കെ വൈകുന്നേരമൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഇതുപോലെ മാങ്ങ എടുത്ത് വെച്ച് ഒക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് രാവിലെ ജ്യൂസ് അടിച്ചിട്ട് വേവിച്ച് ജ്യൂസ് അടിച്ച് രാവിലെ തന്നെ വെയിൽ വരുന്നതിന് മുന്നേ തന്നെ ഇത് പണി കഴിച്ച് വയ്ക്കുക. അപ്പോൾ തന്നെ 2 വെയിലുകൊണ്ട് നമുക്ക് ഇത് അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. കണ്ട പ്ലേറ്റിൽ നിന്നൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. നൈസായിട്ട് തന്നെ കേട്ടോ കിട്ടിയത്. നല്ല അടിപൊളി നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് പച്ച കളറൊക്കെ ഇടുകയാണെങ്കിൽ നല്ല പച്ച കളറിലേക്ക് ഉണ്ടാവുക. ഇതൊരു മഞ്ഞ കളറാണ് കേട്ടോ. പക്ഷേ പച്ചമാങ്ങ തന്നെയാണ്, എന്നാലും ഒരു മഞ്ഞ കളറാണ് ഇതിന് വന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനായതുകൊണ്ട് അധികം കളറൊന്നും ഉപയോഗിക്കാണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ തീരെ കളറൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ചെറിയൊരു ഭാഗം പൊട്ടിപ്പോയിട്ടോ ഈ ഭാഗം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുക്കുക. അത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം പ്ലേറ്റിൽ ചില ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിക്കിട്ടും. അതുകൊണ്ടാണ് അതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇതിലൊരു കെമിക്കലോ ഒന്നും കൂട്ടിയിട്ടില്ല. മക്കൾക്കൊക്കെ എന്തെങ്കിലും മിഠായിയൊക്കെ മധുരമുള്ളത് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാവുന്ന അടിപൊളിയൊരു സാധനം കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പച്ചമാങ്ങ ഒരുപാട് നമുക്ക് കിട്ടും. എനിക്കിതിൻ്റെ മുന്നേ കുറേ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. പക്ഷേ ഞാനധികം അപ്പോൾ എനിക്ക് സമയമില്ലായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓരോ സ്ഥലത്ത് പോകുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി ഉണ്ടാക്കണം എന്തായാലും, കാരണം കുട്ടികൾ ഇതൊക്കെ പെട്ടെന്ന് കഴിച്ച് തീർക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. മാങ്ങയൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മാങ്ങ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പുറമേ നമുക്ക് 2 മാങ്ങ മേടിച്ചാൽ മതി. ആദ്യം ടേസ്റ്റ് അറിഞ്ഞ് ഉറപ്പായിട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.